ദുരന്തമുണ്ടായി ദിവസങ്ങൾക്ക് ശേഷവും ഉറ്റവരെ അന്വേഷിച്ച് ബന്ധുക്കൾ ദുരന്തമുഖത്ത്. വെള്ളാർമലയിൽ താമസിച്ചിരുന്ന ആറംഗ കുടുംബത്തെ അന്വേഷിച്ചാണ് ബന്ധുക്കൾ സ്ഥലത്തെത്തിയത്. പുഴ ഒഴുകുന്നയിടത്തെല്ലാം വീടായിരുന്നുവെന്നും ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകുന്നില്ലെന്നും ബന്ധുവായ യുവാവ് പറഞ്ഞു. പുഴയും പാറക്കല്ലും കിടക്കുന്ന സ്ഥലത്ത് 3 വീടുകൾ ഉണ്ടായിരുന്നു. അമ്മ, അച്ഛൻ, അനിയൻ, മക്കൾ എല്ലാവരും പോയി. അപകടം നടന്ന സമയത്ത് ഞാൻ അപ്പുറത്തെ കുന്നിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഉഗ്രശബ്ദം കേട്ടതോടെ ഞങ്ങൾ എഴുന്നേറ്റ് കുന്നിലേക്ക് ഓടി. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. വീടിരുന്ന സ്ഥലമൊക്കെ നിരന്നു കിടക്കുകയാണ്. വീടിന്റെ പുറകുവശത്തു കൂടി ഒഴുകിയിരുന്ന പുഴയാണ് ഗതി മാറി ഒഴുകിയത്. വീടിന്റെ അടയാളം പോലുമില്ല. പോലീസ് ഉദ്യോഗസ്ഥരാരും കടത്തിവിടാത്തതുകൊണ്ട് ഇന്നലെയൊന്നും വരാൻ കഴിഞ്ഞില്ലെന്നും യുവാവ് പറഞ്ഞു. അപ്രതീക്ഷിതമായി സകലതും കവർന്നെടുത്ത ഉരുൾപൊട്ടലിന്റെ ഭീതി ഇപ്പോഴും മുണ്ടക്കൈ നിവാസികളെ വിട്ടുമാറിയിട്ടില്ല. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട അനേകം പേരാണ് ഈ പ്രദേശത്തുള്ളത്. ആയുസിന്റെ ബലം കൊണ്ട് മാത്രം ജീവൻ ബാക്കിയായവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ തളർന്നിരിക്കുന്ന കാഴ്ച ഹൃദയഭേദകമാണ്. മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹാളിന് മുൻപിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിരവധി പേരാണ് കാത്തിരിക്കുന്നത്. അവരിൽ ഒരാളാണ് റൌഫ്. തന്റെ 3 വയസ്സുകാരി മകൾ ഉൾപ്പെടെ കുടുംബത്തിലെ 8 പേരെയാണ് ആ യുവാവ് കാത്തിരിക്കുന്നത്. ജീവനോടെ ഉണ്ടോ മരണപ്പെട്ടോ എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ. എന്തെങ്കിലും വിവരം കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് റൌഫ് അവിടെ തുടരുന്നത്. സൂഹി സാഹ എന്നീ 3 വയസ്സുകാരിയുടെ പിതാവാണ് റൌഫ്. ചൂരൽമലയിലുള്ള അമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ താമസിക്കാൻ എത്തിയതായിരുന്നു അവർ. ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നത് ആകെ 13 പേരാണ്. അതിൽ 5 പേരുടെ മൃതദേഹമാണ് ഇതുവരെ കണ്ടെത്തിയത്. സൂഹി അടക്കം 8 പേരെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. തന്റെ ഭാര്യയുടെയും ചേച്ചിയുടെയും അവരുടെ ഭർത്താവിൻ്റെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ റൌഫ് ഒരു മരവിപ്പോടെയാണ് അവിടെ തുടരുന്നത്. അവരുടെ അനിയന്റെ ശരീരം അങ്ങകലെ നിലമ്പൂരിൽ നിന്നാണ് കിട്ടിയത്. ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ പുറത്തേക്കിറങ്ങിയത് കാരണം മലവെള്ളത്തോടൊപ്പം പോയതാവാമെന്നാണ് നിഗമനം. റൌഫിനെ പോലെ നിരവധി പേരാണ് മുണ്ടക്കൈ ദുരന്തത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളായി അവിടെ തുടരുന്നത്. കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ടവരാണ്. മക്കളുടെയും ഉറ്റവരുടെയും ഒന്നും വിവരം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർ നിരവധിയാണ്. അങ്ങനെ മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലെയും പരിസരത്തെയും കാഴ്ചകൾ കണ്ണു നനയിക്കുന്നതാണ്. ഇപ്പോഴും നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. 331 പേരുടെ മൃതദേഹമാണ് ഇതുവരെ കണ്ടെത്തിയത്. ഇതിൽ പലരെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. പാലം കടന്നു